മലയാള മനോരമ ദിനപത്രത്തിൻ്റെ തൃശ്ശൂർ എഡിഷനിൽ ഇന്ന് മുരളിക എന്ന പേരിൽ വി.പി. ഉണ്ണികൃഷ്ണൻ എഴുതിയിരിക്കുന്നത് ഗുരുവായൂരിലെ അന്നദാനത്തിൻ്റെ ചരിത്രമാണ്. പട്ടിണി നമുക്ക് പറഞ്ഞു കേട്ടാൽ അറിയില്ല, അനുഭവിച്ച് തന്നെ അറിയണം. വിശപ്പിനോളം വലിയൊരു പ്രയാസമില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ടാകാം അന്നദാനം മഹാദാനം എന്ന് പണ്ട് മുതലേ പറയും. പട്ടിണി മാറ്റാനായിട്ട് ഗുരുവായൂരിൽ 1940കളിൽ കാശി തമ്പുരാൻ ആരംഭിച്ച അന്നദാനത്തിൻ്റെ ചരിത്രമാണ് ഇന്ന് മുരളികയിൽ. ഒട്ടേറെ മനുഷ്യരുടെ ജീവൻ നിലനിർത്താനായി അന്നത്തെ ആ കഞ്ഞി പകർച്ചയ്ക്ക്. തൃപ്പൂണിത്തുറ രാജകുടുംബാംഗവും കൽക്കട്ടയിൽ ബ്രിട്ടീഷ് കമ്പനിയിൽ എഞ്ചിനീയറും തികഞ്ഞ മനുഷ്യസ്നേഹിയുമായിരുന്നു കാശി അപ്പൻ തമ്പുരാൻ. സുമുഖൻ, ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവം. തൻ്റെ സർവ്വസമ്പാദ്യങ്ങളും അദ്ദേഹം സാധുക്കളുടെ അന്നദാനത്തിനായിട്ട് ചെലവഴിച്ചു. ഇന്ദിരാഗാന്ധി സർക്കാർ രാജകുടുംബാംഗങ്ങൾക്ക് പ്രിവി പേഴ്സ് നിർത്തലാക്കി 1969. അതോടെ അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാനം നിലച്ചു. ആശങ്കയിലായ തമ്പുരാൻ തൻ്റെ സമ്പാദ്യവും സ്വത്തുക്കളുമെല്ലാം ഭക്തോത്തമൻ പരമേശ്വരൻ എമ്പ്രാന്തിരിയെ ഏൽപ്പിച്ച് തൃശ്ശൂരിൽ സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. 1979 അദ്ദേഹം ഗുരുവായൂരപ്പനിൽ ലയിച്ചു. കാശി തമ്പുരാൻ തുടങ്ങിവെച്ച അന്നദാനം ഇന്ന് നാരായണാലയത്തിൽ നടന്നു വരുന്നുണ്ട്. ആഞ്ഞം മാധവൻ നമ്പൂതിരി എന്ന തിരുനാമാചാര്യൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റാണ് ആ അന്നദാനം ഇന്ന് നടത്തുന്നത്. ഗുരുവായൂർ ദേവസ്വം 1982 മെയ് 15 ആണ് പ്രസാദൂട്ട് ആരംഭിച്ചത്. അന്നദാന മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു കാലം കേരളത്തിലും ഉണ്ടായിരുന്നു. മുരളിക തുടങ്ങുന്നത് അങ്ങനെയാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധം മുതൽ 2 പതിറ്റാണ്ടുകൾ കൊടും പട്ടിണിയുടെ കാലമായിരുന്നു. യുദ്ധക്കെടുതി മൂലം ജനങ്ങൾ കടുത്ത ക്ഷാമത്തിലായി. ഒരു നേരത്തെ ആഹാരത്തിന് ജനങ്ങൾ കൊതിച്ചു. ജീവൻ നിലനിർത്താൻ താളും തകരയും വേവിച്ച് കഴിക്കുന്ന കാലമായിരുന്നു അത്. 100 കണക്കിന് ആളുകൾ വീടുപേക്ഷിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഭയം തേടി. ക്ഷേത്ര പരിസരത്ത് ഭജനക്കാരും ഭിക്ഷക്കാരും നിറഞ്ഞു. അന്ന് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അത്ര മെച്ചമായിരുന്നില്ല. വലിയ നമസ്കാരം, ഉദയാസ്തമയ പൂജ ദിവസങ്ങളിൽ മാത്രമാണ് സാധുക്കൾക്ക് അന്നദാനം ഉണ്ടായിരുന്നത്. കാശി തമ്പുരാൻ എന്ന ഹൃദയാലുവായ മനുഷ്യസ്നേഹി ഇല്ലായിരുന്നെങ്കിൽ അന്ന് ചിലരെങ്കിലും പട്ടിണി കിടന്നു മരിക്കുമായിരുന്നു. കാശി തമ്പുരാൻ തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് അന്നദാനം ആരംഭിച്ചു. 12 വർഷം കാശിയിൽ ജീവിച്ച് സാധുക്കളെ സഹായിച്ച കൊച്ചി രാജകുടുംബത്തിലെ രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് കാശി തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്നത്. സവിശേഷ വ്യക്തിത്വമുള്ള സുമുഖനായ അദ്ദേഹം കൽക്കട്ടയിൽ ബ്രിട്ടീഷ് കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജോലി രാജിവെച്ച് ബ്രഹ്മചാരിയായി തീർത്ഥാടനം തുടങ്ങി. കാശിയിൽ നിന്ന് ഗുരുവായൂരിലെത്തിയ തമ്പുരാൻ ഇവിടെ സ്ഥിര താമസമാക്കി. രാജകുടുംബാംഗത്തിന് സർക്കാർ നൽകുന്ന മാലിഖാനും തൻ്റെ സമ്പാദ്യവും ഉപയോഗിച്ച് തമ്പുരാൻ അന്നദാനം തുടങ്ങിവെച്ചു. ഇതിനായി ക്ഷേത്രത്തിനടുത്തുള്ള മല്ലിശ്ശേരി ഇരുനില മാളികയുടെ ഒരു ഭാഗം വാടകയ്ക്കെടുത്തു അഗതികൾക്കായി കഞ്ഞി പകർച്ച തുടങ്ങി. ഭക്തോത്തമൻ പരമേശ്വരൻ എമ്പ്രാന്തിരിക്കായിരുന്നു മേൽനോട്ടം. പിന്നീട് പട്ടക്കുളത്തിന് സമീപം ശ്രീകൃഷ്ണവിലാസം എന്ന കെട്ടിടം വാങ്ങി അവിടെയായി അന്നദാനം. എമ്പ്രാന്തിരി പിന്നീട് പൂമുള്ളിമനയുടെ നാമശാല എന്ന കെട്ടിടത്തിൽ അന്നദാനം നടത്തി. എമ്പ്രാന്തിരിയുടെ വിയോഗത്തിന് ശേഷം നാരായണാലയത്തിൽ ആഞ്ഞം മാധവൻ നമ്പൂതിരി തമ്പുരാൻ എമ്പ്രാന്തിരി അന്നദാനം എന്ന പേരിൽ അത് തുടർന്ന് ഇപ്പോഴും നടന്നു വരുന്നു.